വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയോട് ശ്രീരഞ്ജിനി പറയുകയാണ്, എങ്കിൽ പിന്നെ നമുക്കങ്ങ് പോകാമെന്ന്, തെളിവുകളും സാക്ഷികളും ഒക്കെ ധാരാളമുണ്ടെന്ന് പറയുകയാണ്. അതിനു മുമ്പ് നിനക്കൊരു സാധനം കാണിച്ചു തരാമെന്നും പറഞ്ഞ് മൊബൈലിൽ 1-2 വീഡിയോ ശ്രീരഞ്ജിനി കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഇങ്ങനെയുള്ള കുറ്റവാളികൾ കൊണ്ടുപോയി ജയിലിൽ ശിക്ഷിക്കുന്ന രീതിയാണ്. പുഴുവരിച്ച് കിടക്കുന്നതും തല്ലുകൊണ്ട് ആളുകൾ കിടക്കുന്നതും വളരെ വേദന അനുഭവിക്കുന്നതുമായ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ശ്രീരഞ്ജിനി ശ്യാമയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കേട്ട് ആകെ അങ്ങ് പേടിച്ച് വിറച്ച് ശ്യാമ നിൽക്കുകയാണ്. തുടർന്ന് ഇനി നിനക്ക് തീരുമാനിക്കാം എന്താണ് വേണ്ടത് എന്ന് പറയുകയാണ്. അതേസമയം പുറത്ത് ശാരദാമ്മയും കരഞ്ഞു നിൽക്കുകയാണ്. ഇതിനകം വണ്ടിയിലിരിക്കുന്ന നവീൻ ഒന്ന് ഡോർ തുറന്ന് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അന്നേരം കോൺസ്റ്റബിൾ വീണ്ടും പിടിച്ചകത്തേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് ആ കോൺസ്റ്റബിൾ ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്തിനാണ് മാഡത്തിനോട് പറയാൻ പോയത്? വീട്ടിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായെങ്കിൽ അത് നിങ്ങൾക്കങ്ങ് തീർത്താൽ പോരായിരുന്നോ? ഇനി കുറ്റം ചെയ്തത് ഇനിയിപ്പോൾ സ്വന്തം അച്ഛനാണെങ്കിലും ശ്രീരഞ്ജിനി മാഡം നടപടിയെടുക്കും, ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ ആ കോൺസ്റ്റബിൾ പറയുമ്പോൾ ശാരദാമ്മയ്ക്കും ആകെ അങ്ങ് പേടിയാവുകയാണ്. തുടർന്ന് ശ്യാമയോട് ചോദിക്കുകയാണ്, എന്താ നമുക്കങ്ങ് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വേണ്ട മാഡം, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, ഞാനിനി ഒരിക്കലും ആ നശിച്ച സാധനം ഉപയോഗിക്കില്ല, എന്നെ ആ നരകത്തിൽ കൊണ്ടുപോയി ഇടരുത് എന്ന് പറയുകയാണ്. എന്നിട്ട് തുടർന്ന് ശ്രീരഞ്ജിനിയുടെ കാലൊക്കെ പിടിച്ച് ശ്യാമ കരയുന്നുണ്ട്. അന്നേരം എഴുന്നേൽക്കടി എന്നും പറഞ്ഞ് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ശ്രീരഞ്ജിനി പറയുന്നുണ്ട്, നീ കാല് പിടിക്കേണ്ടത് എന്നെയല്ല, നിന്നെ പ്രസവിച്ച് വളർത്തി ഇത്രയും വലുതാക്കിയ നിൻ്റെ അമ്മയുടെ കാലിൽ, പിന്നെ ഒരു കുറ്റവും ചെയ്യാത്ത നിൻ്റെ കത്തിമുനയിലായ മറ്റൊരമ്മയുടെ കാലിൽ, ഒരു നിമിഷാർത്ഥം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ട നിൻ്റെ വല്യേച്ചിയുടെ കാലിൽ, പിന്നെ നിൻ്റെ അടിയും തൊഴിയും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടും നിനക്കെതിരെ സ്നേഹം മാത്രം തന്ന കുഞ്ഞേച്ചിയുടെ കാലിൽ, പിന്നെ ഗുണ്ടകളിൽ നിന്നും പോലീസുകാരികളിൽ നിന്നും ഒക്കെ രക്ഷിച്ച് നിന്നെ ചേർത്ത് പിടിച്ച വിഷ്ണുവേട്ടൻ്റെയും രാജീവ് സാറിൻ്റെയും കാലിൽ, പിന്നെ എൻ്റെ മകളുടെ ഭാഗത്ത് നിന്നും ഒരു തെറ്റും ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ച അച്ഛൻ്റെ കാലിൽ, പിന്നെ നിന്നെ സ്നേഹിച്ച ഓരോരുത്തരുടെയും കാലുകളിലാണ് നീ പിടിക്കേണ്ടത് എന്നൊക്കെ ശ്യാമയോട് പറയുകയാണ്. തുടർന്നും ശ്രീരഞ്ജിനി പറയുന്നുണ്ട്, ഈ വീട്ടുമുറ്റത്ത് പോലീസ് വാഹനം വരേണ്ടത് നിൻ്റെ കുഞ്ഞേച്ചി കളക്ടർ IAS ആയ ശേഷം സല്യൂട്ട് ചെയ്യാനായിരിക്കണം ഇവിടെ പോലീസ് വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. അല്ലാതെ മയക്കുമരുന്നിന് അടിമയായി കൊലപാതക കേസിൽ പ്രതിയായ അനിയത്തിയെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ വണ്ടി വരാൻ പാടില്ല. നീ അത്ലറ്റിക്സും കബഡി ചാമ്പ്യൻഷിപ്പിലും ഒക്കെ എത്തേണ്ട ആളാണ്. പഠിക്കുന്നതിനോടൊപ്പം നീയും ശ്രമിച്ചാൽ നിൻ്റെ പേരിൻ്റെ കൂടെയും ശ്യാമ IPS ഒന്ന് ചേർക്കാം, അതിനൊക്കെയാണ് ശ്രമിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആകെ കരഞ്ഞു നിൽക്കുകയാണ് ശ്യാമ. നിൻ്റെ കണ്ണീര് ആത്മാർത്ഥമാണോ എന്നൊക്കെ ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്. തുടർന്ന് ഹോട്ടലിൻ്റെ വാതിൽ തുറന്നിട്ട് ശ്രീരഞ്ജിനി വീണ്ടും ശ്യാമയോട് പറയുന്നുണ്ട്, ഇതാണ് പുറം ലോകം, ഇത് നിന്നെ സ്നേഹിക്കുന്നവരുടെ ലോകമാണ്, ഈ ലോകത്തേക്ക് പോകണമോ അതോ വീഡിയോയിൽ കണ്ട നരകത്തിലേക്ക് പോകണമെന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാമെന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മയെ അകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് ശ്യാമ പഴയ ശ്യാമയായി, നല്ല കുട്ടിയായി എന്ന് ശ്രീരഞ്ജിനി പറയുകയാണ്. അന്നേരം അതിനെന്നും പറഞ്ഞ് ശാരദാമ്മ ആലോചിച്ച് നിൽക്കുമ്പോൾ ശ്രീരഞ്ജിനി പറയുന്നുണ്ട്, പേടിക്കണ്ട, 3-ാം മുറയൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല, പിന്നെ നിങ്ങളുടെ ഡോക്ടേഴ്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കാൻ കഴിയാത്ത ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, ഇനി ശ്യാമ ഒരു തെറ്റും ആവർത്തിക്കുന്നില്ല, ശാരദാമ്മയുടെ മോളെന്ന് പറഞ്ഞ് ശ്യാമയെ ശാരദാമ്മയുടെ അടുത്തേക്ക് നിർത്തുകയാണ്. തുടർന്ന് ഇനി ഞാൻ പോയിക്കോട്ടെ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ശ്രീരഞ്ജിനി അവിടെ നിന്നും പോകുന്നുണ്ട്. തുടർന്ന് കണ്ണീരോടുകൂടി ശ്യാമ അമ്മയെന്നും പറഞ്ഞ് തൊഴുത് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ്. പഴയ ശ്യാമയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ശാരദാമ്മയും. തുടർന്ന് കാണിക്കുന്നത് സുസ്മിതയും കൂട്ടുകാരികളും കൂടി പുറത്തൊരു പാർക്കിൽ വെച്ച് വലിയ ചർച്ചയിലാണ്. കല്യാണം എങ്ങനെ മുടക്കും, ഇതിപ്പോൾ രോഹിതല്ലേ വന്നിരിക്കുന്നത്, കെട്ടാൻ പോകുന്നവനെ കൊണ്ട് തന്നെ കല്യാണം മുടക്കിപ്പിക്കാം എന്നല്ലേ നമ്മൾ കരുതിയിരുന്നത്, രോഹിത് ആയതുകൊണ്ട് സുസ്മിതയുടെ ചരിത്രം മുഴുവൻ അറിയാം, എന്താ ഒരു വഴിയെന്നും പറഞ്ഞ് ആലോചിച്ച് വയ്ക്കുകയാണ്. അന്നേരം കല്യാണം കുറച്ച് നീട്ടി കിട്ടിയാൽ എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു തരും എന്ന് സുസ്മിത പറയുന്നുണ്ട്. അന്നേരം അതെങ്ങനെ നീട്ടും, 18 ദിവസം 17 ദിവസം എന്നൊക്കെ പറഞ്ഞ് ശപഥം എടുത്തിരിക്കുകയല്ലേ നിൻ്റെ ഫാമാൻ്റിന്ന് കൂട്ടുകാരികൾ ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത പറയുന്നുണ്ട്, അവരുടെ മുമ്പിൽ യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് അവർ കല്യാണം എന്നും പറഞ്ഞ് നടക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് അവരുടെ മകളാണ്. മകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പിന്നെ അവർ അതിൻ്റെ പുറകെ പൊയ്ക്കോളും, അപ്പോൾ പിന്നെ എൻ്റെ കല്യാണത്തിനായിട്ട് അവർ വലിയ ശ്രമം എടുക്കില്ല എന്ന് പറയുകയാണ്. ഇന്നൊരു വലിയ ബോംബ് പൊട്ടുന്നുണ്ട്, ആ ബോംബിൽ പൊട്ടിച്ചിതറും പ്രീതിയുടെ ജീവനും ജീവിതവും ഒക്കെ, പിന്നെ അത് പെറുക്കിയെടുക്കാനേ ഫാമാൻ്റിക്കും ശാലിനിക്കും ഒക്കെ സമയം കാണുള്ളൂ എന്ന് തറപ്പിച്ച് സുസ്മിത പറയുകയാണ്.
തുടർന്ന് കാണിക്കുന്നത് അമ്പലത്തിലേക്ക് അത്യാവശ്യമായിട്ട് അർജുനെ വിളിച്ചു വരുത്തുകയാണ് വസുമതി. അന്നേരം അവിടെ അർജുൻ്റെയും റോഷ്നിയുടെയും കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെച്ച ശേഷമാണ് വസുമതി അർജുനെ വിളിക്കുന്നത്. അർജുൻ ഈ സംഭവങ്ങളൊന്നും അറിയുന്നില്ല. ഹേമലതയും ബാക്കി എല്ലാവരും അവിടെയുണ്ട്. തുടർന്ന് അർജുൻ വരുമ്പോൾ എന്താ അത്യാവശ്യം, അമ്മയ്ക്ക് അത്യാവശ്യം വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജൂനിയേഴ്സിനെ പറഞ്ഞു വിടുമായിരുന്നല്ലോ, അവിടെ ഭയങ്കര തിരക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഇതിന് ജൂനിയേഴ്സ് ഒന്നും പോരാ, നീ തന്നെ വരണം എന്ന് പറയുകയാണ്. അന്നേരം എന്താ അമ്പലത്തിൽ എന്ന് ചോദിക്കുമ്പോൾ അമ്പലത്തിൽ തൊഴുവാം, വേണമെങ്കിൽ ഒരു കല്യാണവും കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം കല്യാണമോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകൻ അറിഞ്ഞില്ലായിരുന്നോ, ഇന്നാണ് നീയും റോഷ്നിയും തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നുണ്ട്. അന്നേരം 1-ാം തീയതി അല്ലേ കുറിച്ചിരുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം 1-ാം തീയതി ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഞാൻ അടിച്ചതാണ്, അതുവരെ അവർ അനങ്ങാതെ ഇരിക്കും, അവരൊന്നും ചെയ്യില്ല, നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ളൊരു ധൈര്യവും അവർക്കുണ്ട്. പിന്നെ മുഹൂർത്തമൊക്കെ ഇന്നത്തേക്ക് തന്നെ കുറിച്ചതാണ്, അത് വെറും ഒരു ഡമ്മി ആയിരുന്നു, ജ്യോത്സ്യം കുറിച്ചത് ഇന്നത്തെ മുഹൂർത്തം തന്നെയാണ് എന്ന് പറയുകയാണ്. തുടർന്ന് ഡൈവേഴ്സ് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ അർജുൻ അങ്ങ് പറയാൻ ശ്രമിക്കുമ്പോൾ പിന്നെ കോടതിയിൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ജീവിച്ചിരിക്കുന്നവരെ മരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നിനക്ക് അതിനൊരു പഴുത് കണ്ടുപിടിക്കാനാണോ പ്രയാസം? നീ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയുമായിട്ട് ജീവിച്ച് കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഇന്ന് തന്നെ ഞാൻ വിവാഹം നടത്തും, ഇതൊരു യുദ്ധതന്ത്രമാണ് എന്നൊക്കെ വസുമതി പറയുകയാണ്. അന്നേരം എവിടെയാണ് യുദ്ധം, ഇതെൻ്റെ ജീവിതമാണ് എന്നൊക്കെ അർജുൻ പറഞ്ഞ് അത് കല്യാണം മുടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജയിലിൽ കിടന്നതും അവിടെ അനുഭവിച്ചതും ഒക്കെ ഞാനാണ്, ഇന്ന് വിവാഹം നടത്തിയിരിക്കും, എൻ്റെ മകന് ഉള്ള മറുപടിയെല്ലാം ഞാൻ തന്നു എന്ന് വിചാരിക്കുന്നു, വിവാഹം നടത്താം എന്ന് പറയുകയാണ് വസുമതി. തുടർന്ന് ഇത് ചതിയല്ലേ എന്നൊക്കെ അർജുൻ ചോദിക്കുകയാണ്. അന്നേരം സത്യഭാമയുടെ മകളെ പോലുള്ളൊരു ദുരന്തമൊന്നും ഇനി വരാനില്ലല്ലോ, പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സത്യഭാമയുടെ മകളെ ഉപേക്ഷിച്ച് വേറൊരു പെൺകുട്ടി വിവാഹം കഴിക്കാമെന്ന് നീ എനിക്ക് വാക്ക് തന്നതാണ്, അതനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചത്, അപ്പോൾ പിന്നെ ഇതിൽ നിന്നും നീ വാക്ക് മാറുന്നതും ഒരു ചതിയല്ലേ? പിന്നെ കാര്യങ്ങൾ ഇത്രത്തോളം ഇവിടം വരെ കൊണ്ട് എത്തിച്ചിട്ട് ഈ അമ്പലത്തിൽ നിന്ന് നീ മടങ്ങുന്നത് റോഷ്നിയുടെ കൈയും പിടിച്ചല്ല എങ്കിൽ വസുമതി കുഞ്ഞമ്മ പിന്നെ ഈ അമ്പലത്തിൽ നിന്നും മടങ്ങില്ല, ഇവിടുത്തെ ബലിക്കല്ല് തലയടിച്ച് ഈ വസുമതി മരിച്ചിരിക്കുമെന്ന് പറയുകയാണ്. അന്നേരം ഉറച്ച തീരുമാനത്തോടു കൂടി വസുമതി പറയുമ്പോൾ അമ്മേ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്നൊക്കെ അർജുൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിന്ന് കാര്യം പറയാതെ വാടാ എൻ്റെ കൂടെ എന്നങ്ങ് ആജ്ഞാപിക്കുകയാണ് വസുമതി. ഇതേ സമയം റോഷ്നിയുടെ അച്ഛൻ ഹേമലതയോട് അവൻ ചതിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെന്താ ഒരു സംശയം പോലെ, ഞാനല്ലേ നിങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് ഹേമലത പറയുമ്പോൾ ഇനി ഒരു ചതി കൂടി താങ്ങാനായിട്ട് എൻ്റെ മോൾക്ക് പറ്റില്ല എന്നും പറഞ്ഞ് വിഷമാവസ്ഥയിൽ റോഷ്നിയുടെ അച്ഛൻ നിൽക്കുകയാണ്. അന്നേരം അവളുടെ പാസ്റ്റ് ഇനി ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങൾക്കിടയിലും അതൊരു ചർച്ചയാവാനായിട്ട് പാടില്ല, കോവിലകത്തിന് എന്തെങ്കിലും കളങ്കമുണ്ടായാൽ അതും കിരീടമായിട്ട് കരുതണം എന്ന് പറയുകയാണ്. അന്നേരം റോഷ്നിയുടെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതവർ മറച്ചു വെച്ചിട്ടാണ് ഇവിടെ വിവാഹം നടത്തുന്നത്, അത് അർജുനും വസുമതിക്കും ആർക്കും അറിയില്ല. തുടർന്ന് വീണ്ടും ഹേമലത പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വസുമതി വിചാരിച്ചാലും ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് സാധിക്കില്ല, പിന്നെ അങ്ങനെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പൂവും ചന്ദനവും ഒക്കെ വീഴേണ്ടടുത്ത് ചോര തന്നെ വീഴും, വസുമതിയുടെ മക്കളിൽ ഒരാളെ ശേഷിക്കൂ എന്ന് ദൂരെ നിൽക്കുന്ന ചിത്രയെ നോക്കിയിട്ട് ഹേമലത പറയുന്നുണ്ട്. ഈ സമയത്താണ് അർജുനെയും കൊണ്ട് വസുമതി അവിടേക്ക് വരുന്നത്. തുടർന്ന് ഹേമലതയെ കാണുമ്പോൾ അർജുൻ പരിചയഭാവം പോലെ അടിമുടി നോക്കുകയാണ്. അന്നേരം എന്താ അർജുൻ പരിചയമുണ്ടോ എന്ന് ഹേമലത ചോദിക്കുന്നുണ്ട്. അന്നേരം ഹേമലതയെ നേരത്തെ അർജുന് പരിചയമുണ്ടാവാം. അത്രയും ആകുമ്പോഴേക്കും പുതിയ എപ്പിസോഡ് അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.